ഇന്ന് എത്ര രൂപ ടിക്കറ്റ് എടുത്താൽ പോകാറുള്ളൂ? 50 ആവും. ഇന്നോട്ട് ടിക്കറ്റ് ഇല്ല, കള്ളവണ്ടി പോവാണല്ലേ? അല്ല, അങ്ങനല്ല. അപ്പൊ ഇന്ന് വനിതകൾക്ക് ഇന്നോട്ട് സൗജന്യ യാത്രയാണ്. നിങ്ങൾക്ക് അസൂയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, കാരണം എനിക്കിപ്പോൾ 60 വയസ്സായി. ഈ 60 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതുവരെ സൗജന്യമായിട്ട് യാത്ര ചെയ്തിട്ടില്ല. ഞങ്ങൾ സാധാരണ ഓച്ചിറ അമ്പലത്തിൽ വരാറുണ്ട്. വരുമ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റിലാണ് വരാറുള്ളത്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഓർഡിനറി ബസ്സിലേ കയറത്തുള്ളൂ. കാരണം നമ്മൾ 2 പേര് ടിക്കറ്റ് എടുക്കുന്നതിൽ ഇന്ന് ഒരാൾക്ക് ഫ്രീ ആണ്, അല്ലേ? ഫ്രീ ടിക്കറ്റാണ്. അപ്പോൾ ഇതുപോലെയാണ് മറ്റുള്ളവരിലും സംഭവിക്കാൻ പോകുന്നത്. KSRTC ഫാസ്റ്റ് പാസഞ്ചറിൽ സ്ഥിരമായി ജോലിക്കും മറ്റുമൊക്കെ പോകുന്നവർ ഒരു വലിയ ശതമാനം ഇന്നു മുതൽ ഓർഡിനറി ബസ്സിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് KSRTCയുടെ വരുമാനത്തെ സാരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ സർക്കാർ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് പുതിയ മാർഗ്ഗങ്ങൾ, അത് പരസ്യത്തിൽ നിന്നായാലും മറ്റ് മാർഗ്ഗങ്ങളിലൂടെയും ആയാലും അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഒരു പദ്ധതി അധികകാലം നീണ്ടു പോവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. നമസ്കാരം. കേരളത്തിൻ്റെ ഗതാഗത രംഗത്ത് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണെന്ന് ജൂൺ 15-ാം തീയതി ഇന്നു മുതൽ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗജന്യം ലഭിക്കുക. തുടർന്ന് മറ്റ് സർവീസുകളിലേക്ക് വ്യാപിക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ചാത്തന്നൂർ ഡിപ്പോയിലാണ്. അപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്നും നിരവധി ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബസ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ആ ബസ്സാണ് ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഇതിൻ്റെ സമയം 9:20 പക്ഷേ ഇവിടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഈ വണ്ടി പുറപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ളിലേക്കൊന്ന് പോകാം. അതിൻ്റെ യാത്രക്കാരുടെ അനുഭവങ്ങൾ, അവരൊക്കെ എന്താണ് പറയാനുള്ളത്, ഈ സൗജന്യ യാത്രയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് അവരുമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പേര് തമ്പി, എൻ തമ്പി. പുതിയ പദ്ധതി നല്ല പദ്ധതിയാണ് ഗവൺമെൻറ് എടുത്തേക്കുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. അത് പരാതി അവർക്കും വരും. ഇത് ട്രയൽ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകും. വയോധികരെയും പിന്നെ ഭിന്നശേഷിക്കാരെയും അവരെയൊക്കെ എല്ലാവരെയും കൊണ്ടുപോകാൻ നമ്മളെ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ. ഇത് കരുനാഗപ്പള്ളി ബൈപ്പാസ് വഴി. അവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു. 0 ടിക്കറ്റാണ് കൊടുക്കുന്നത്. സ്ഥലം പറഞ്ഞിട്ട് 0 ടിക്കറ്റ് കൊടുക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനുള്ള സുവർണ അവസരം സർക്കാർ ഒരുക്കി തന്നിരിക്കുകയാണ്. ഇന്നിതാ ED സതീശൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ ഒന്നായി കണ്ടുകൊണ്ട് പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ടിക്കറ്റില്ലാതെ സാധാരണ ബസ്സുകളിൽ ഏകദേശം സഞ്ചരിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് എന്നുള്ള അഭിമാനകരമായ ഈ നിമിഷത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എന്താ തോന്നുന്നത്? പൈസ സേവിക്കാമല്ലോ. അപ്പോൾ ഒരു ദിവസം എത്ര രൂപ ലാഭിക്കാൻ പറ്റും? 50 രൂപയൊക്കെ. ഞാൻ ഇതുവരെ സൗജന്യമായിട്ട് യാത്ര ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ ഒരു സർക്കാർ വന്നത്, ചെയ്തത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ കൊച്ചുമക്കൾക്കും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാം, നമ്മുടെ മക്കൾക്ക് ടിക്കറ്റ് ഇല്ലാതെ എന്നെ സ്കൂളിൽ പോവുകയും എല്ലാം ചെയ്യാം. അതുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട്. ജയ് വിളിക്കും, നമ്മൾ ഇതേ വിളിക്കൂ, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. അല്ല, പുരുഷന്മാർക്ക് പൈസ കൊടുക്കണമല്ലോ. കൊടുക്കണം. വിഷമമൊന്നുമില്ല. എങ്ങോട്ട് പോകുന്നു? പിന്നെ മൈലക്കാട് പോകുന്നു. ഞാൻ ചാത്തന്നൂർ യൂണിറ്റിൻ്റെ KST വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഇത് ശ്രീ സുകേഷ്. ഞാൻ സുകേഷ് എസ്, KSRTCയിലെ നമ്മുടെ INTUC എന്ന സംഘടനയുടെ ചാത്തന്നൂർ യൂണിറ്റ് സെക്രട്ടറിയാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റുകയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വാഗ്ദാനങ്ങൾ നിറവേറ്റി, അതുപോലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ വ്യക്തതയാണ് ഇപ്പോൾ ഈ ഇന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനവും ഈ ബാക്കിയുള്ള കാര്യങ്ങളും. ഇതിൽ ഞങ്ങൾ ഒട്ടേറെ ബസ്സുകൾ ഒരുപാട് വൃത്തിയായിട്ട് ഞങ്ങൾ ഉൾപ്പെടെ തന്നെ നിന്ന് അത് വൃത്തിയായി കഴുകി വൃത്തിയാക്കി അത് ബലൂൺ കെട്ടി അലങ്കരിച്ച് ഇതൊരു പുതിയ സംരംഭമായിട്ട് കേരള ചരിത്രത്തിലെ പുതിയൊരു ഏടാക്കി മാറ്റാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച ബഹുജനങ്ങൾ
അതുപോലെ തന്നെ യാത്രക്കാർ, അവരോടൊക്കെ നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്നും നമ്മൾ 36 ഓർഡിനറി ബസ്സുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ബൈപ്പാസ് വഴി കരുനാഗപ്പള്ളി, കൊല്ലവാറ്റിങ്ങൽ, കൂടാതെ കൊട്ടിവഞ്ചൽ, പാരിപ്പള്ളി കൊട്ടാരക്കര തുടങ്ങിയ റൂട്ടുകളിലേക്കാണ്. കൂടാതെ മരക്കുളം, കരിങ്ങന്നൂർ, പരവൂർ എന്നീ സെക്ടറുകളിലേക്കും നമ്മൾ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി ബസ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ പേര് രംഗലാൽ എന്നാണ്. ഞാൻ കണ്ടക്ടറാണ്. പക്ഷേ ഇപ്പോൾ ODS ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. കേരള സർക്കാരിൻ്റെ അഭിമാന നടപടിയായ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നതിന് വേണ്ടി KSRTC ചാത്തന്നൂർ ഡിപ്പോയിലെ എല്ലാ ജീവനക്കാരും അതിന് അനുകൂലമായി പ്രവർത്തിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാ ജീവനക്കാർക്കും, സഹപ്രവർത്തകർക്കും, പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ യൂണിയൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. A. ഷാജഹാൻ, ഞാനിവിടെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുന്നു. ഈ പരിപാടി, അതായത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പരിപാടിയായ പ്രിയദർശിനി സൗജന്യ യാത്ര, സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് ബസ്സും പോയി കഴിഞ്ഞു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ചാത്തന്നൂർ ഡിപ്പോയിലെ എല്ലാ KSRTC ജീവനക്കാർക്കും, ഉദ്യോഗസ്ഥർക്കും, സഹപ്രവർത്തകർക്കും, ഇവിടെ കൂടിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും, അതിനൊപ്പം സഹകരിച്ച ഈ ചാത്തന്നൂർ മണ്ഡലത്തിലുള്ളവർക്കും, ചാത്തന്നൂർ ഈ പരിസരത്ത് ഇന്ന് ആ പരിപാടിക്കായി എത്തിക്കൂടിയ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾ ചിരക്കര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനു മുന്നേ ഇങ്ങനൊരു യാത്ര ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളെ ഈ ഒരു കേരളത്തിലും ഞങ്ങൾക്ക് സൗജന്യമായ യാത്ര സ്ത്രീകൾക്ക് ചെയ്യണമെന്നുള്ളത്. അത് ഞങ്ങൾക്ക് ഈ സർക്കാർ കയറിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു യാത്ര സൗജന്യമായി ഞങ്ങൾക്ക് കിട്ടിയത്. അതിനോട് ഒരുപാട് നന്ദി ഞങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് പറയുന്നു. ഇപ്പോൾ ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്നുള്ള പ്രിയദർശിനി സർവീസിൻ്റെ ആദ്യ സർവീസ് ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വന്നത്. ഇപ്പോൾ 10 മണി മുതൽ ഇത് സിസ്റ്റത്തിൽ ആക്റ്റീവ് ആവുകയും എല്ലാവരുടെയും കണ്ടക്ടറുടെ ആ മെഷീനിൽ സീറോ ടിക്കറ്റ്, ഇനി മുതൽ വനിതകൾക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഓർഡിനറി ബസ്സുകളിൽ ടിക്കറ്റ് കൊടുക്കും, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 0 ടിക്കറ്റുകളായിരിക്കും ഇനി KSRTCയിലെ ഈ ഓർഡിനറി ബസ്സുകളിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഭാവിയിൽ ഇതിൻ്റെ നോക്കിയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കിയതിന് ശേഷം ഇനി ഭാവിയിലും മറ്റ് സർവീസുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അറിയിപ്പുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് വളരെയധികം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സൗജന്യ യാത്ര. അപ്പോൾ അതിൻ്റെ നഷ്ടത്തിൻ്റെ തോതും മറ്റുമൊക്കെ നോക്കിയതിന് ശേഷം അത് മേക്കപ്പ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തിയതിന് ശേഷം മറ്റ് സർവീസുകളിൽ വ്യാപിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാനിന്ന് KSRTC ബസ്സിൽ ഏതാണ്ട് 100 കിലോമീറ്ററിലധികം സഞ്ചരിക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളൊരു നിർദ്ദേശമെന്ന് പറയുന്നത്, ഈ സൗജന്യ യാത്ര എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാതെ, ഉദാഹരണത്തിന് നമുക്കിപ്പോൾ വൈകുന്നേരങ്ങളിൽ തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ട് വരുന്നവരും കൂലിപ്പണിക്ക് പോയിട്ട് വരുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്, UGC സ്കെയിൽ ശമ്പളം വാങ്ങുന്ന അധ്യാപകരുണ്ട്, പല ഓഫീസുകളിലും ട്രാവലിംഗ് അലവൻസ് വാങ്ങുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള വനിതകളെല്ലാം ഒരു ബസ്സിൽ ഒരേ പരിഗണനയിലാണ് ഇപ്പോൾ സൗജന്യ യാത്രയിൽ സഞ്ചരിക്കുന്നത്. അത് ഒഴിവാക്കിയതിന് ശേഷം സാമ്പത്തിക അടിസ്ഥാനത്തിൽ പാസ് വിതരണം ചെയ്ത് അവർക്ക് മാത്രം ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നതായിരിക്കും കൂടുതൽ പ്രായോഗികം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻ്റായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര മുതൽ ലഭിക്കുന്നു. ഓർഡിനറി ബസ്സുകളിൽ പുരുഷന്മാർക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. ഓക്കെ, ബൈ ബൈ.